ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? ആരാ? ഒരു മിസ്റ്റർ ചാക്കോച്ചൻ. അവൻ പഴനിന്നാണെന്നും പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. ആളെ കാണാണ്ടായപ്പോ നമ്മളെ ജോസൂട്ടിനെ വിട്ടിട്ട് അവിടത്തെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ തിരക്കി. ഈ ചങ്ങാഴ വർത്താനം സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെയാണല്ലോ ആദ്യം തപ്പേണ്ടത്. നിങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കണമെന്നൊന്നും ശിവൻ ആഗ്രഹമില്ലായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത്. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. എന്നിപ്പോ കാരണങ്ങളൊക്കെ പറയാൻ ഒരുപാടുണ്ടാവും. അതൊന്നും കേട്ടിട്ട് എനിക്കിപ്പോ പോകാൻ പറ്റില്ലാന്ന്. എന്തൊക്കെയുണ്ട് ശിവാവിശേഷം? സുഖം തന്നെയല്ലേ? എന്താ ഇഷ്ടത്തലയ്ക്ക് തല്ലുംപിടി ആയിപ്പോഴേക്കും തന്നെ ഇവിടെയും പരിപാടി. താനെന്ന് വന്നേ പറയട്ടെ. എനിക്ക് സ്വകാര്യമായിട്ടൊന്നും പറയാനില്ല, എനിക്കൊട്ട് കേൾക്കാനുമില്ല. ഹൈ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാമല്ലോ. തോനെന്ന് പാടൂ. അയ്യ, അത് വേണ്ടെന്ന്. എന്നെ വിളിച്ച് കണ്ണും പിടിയും കാട്ടാനാണ്. ഇരട്ടി പറഞ്ഞേക്കാനുള്ള പരിപാടിയാണെന്ന്. ശിവൻ, എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ചാക്കോച്ചനുമായി സംസാരിച്ചൊരു കോംപ്രമൈസിലെത്ത്. ഒരു കോംപ്രമൈസേഷനും ഇല്ല. പണം കൈ കിട്ടുക, ഞാൻ അങ്ങോട്ട് പോവാ. അത് തന്നെ ഈ കോംപ്രമൈസ് സ്റ്റേഷൻ. എന്നാ താൻ പോയത് തന്നെ. മേജർ സാർ കേട്ടല്ലോ, ഇതാണ് ഇയാളുടെ ഒരു ലൈൻ. ഞാൻ കടന്നെന്ന കാശ ചോദിക്കണത്. ദാനത്തിനോ ധർമ്മത്തിനോ വന്നതിനടുത്ത് കൈ നീട്ടല്ല. ചാക്കോച്ച ആകെ ഉണ്ടായിരുന്ന കാറ് കരക്കാർ കൊണ്ടുപോയി. മേലോട്ട് നോക്കി നിൽക്കുക ഞാൻ. ഈ അവസരത്തിൽ താമന്ന് പൊല്ലാപ്പുണ്ടാക്കാതെ. അപ്പൊ നീ എന്നോട് കാണിച്ചത് പോക്കിരിതരല്ലോടാ. കാറൂല, കാശൂല, ആളുടെ വിവരമില്ലാന്ന്. ശിവ, എന്റെ നാക്ക് ചീത്തേട്ടോ. തന്റെ പല്ലുകൂടെ ഞാൻ ചീത്തയാകാം. ചാക്കോച്ച, ഇതാ 10,000 രൂപയുണ്ട്. തൽക്കാലം നമുക്കൊരു സെറ്റിൽമെന്റിലെത്താം. ബാക്കി പണം 1-2 മാസം ഞാൻ തന്നെ തന്നു തീർത്തോളാം. അല്ല സാർ, പണം ഞാൻ കൊടുത്തോളാം. സാറുകൾ തന്നേ. അവനങ്ങനെ പലതും പറയും. അതൊക്കെ നടപ്പില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ബാക്കി പണത്തിന് ഞാൻ എപ്പോഴാ വരണ്ടേ? തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട, ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചോളാം. എന്നോട് ചോദിച്ചില്ല. ഇഷ്ട ഇത് ഞാനും സാറും തമ്മിലുള്ള ഇടപാടാണെന്നാ. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ പേരിൽ അയച്ചേക്കാം. ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്ക് എന്തുട്ടാ ബുദ്ധിമുട്ട്? അടുത്ത തവണ ത്രേസ്യമയും പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാമെന്നാ. നമുക്കൊന്ന് ജോളിയാക്കാലോ. അല്ലേ ചേർത്തി? ഇവിടെ നിൽക്കാനൊരു ബാധ്യതയുണ്ടായി. മേജർ സാറിനോട് ഒരു ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ പോകണം എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ടല്ലേ? എപ്പോഴും ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെന്റ്സ് ഇല്ലാതിരിക്കുന്ന എനിക്കിഷ്ടം. കെട്ടുകളില്ലെങ്കിൽ അടുത്ത ഇടം തേടി യാത്ര തുടങ്ങുമല്ലോ. അങ്ങനെ എത്ര നാൾ? എവിടെയും വിളിച്ചാവുന്നവർ. അത് പോരാ. ഈ എസ്കേപ്പിംഗ് ടെൻഡൻസി, അത് സൂയിസൈഡിലാ. അത് വേണ്ട. നമ്മൾ തുറന്ന് സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. പറയൂ. എന്തു പറയാൻ? നമ്മളീ നടപ്പ് തുടങ്ങിയിട്ട് കുറച്ചായി. തിരിക്കണ്ടേ? എന്നോടൊന്നും പറയാനില്ല. ഹലോ, എന്താ തേനീച്ചക്കൂടെ മുഴുവൻ ഇളകി വന്നിട്ടുണ്ടല്ലോ. ഇന്ന് അഞ്ചിന് ബർത്ത്ഡേ. അങ്ങൾ അറിയില്ലേ? എന്താ ഒരു കള്ളമുണ്ടല്ലോ, മിണ്ടരെന്ന് വാൺ ചെയ്യാൻ. അങ്കിളിനോട് പറയരുതെന്ന് പറഞ്ഞിരിക്കുക. ഒരു സർപ്രൈസ് ആവട്ടെന്ന് കരുതിയായിരിക്കും. ഓഹോ, എന്നിട്ട് എവിടെയാണ് ചേച്ചി? ചേച്ചിയും മേജർ അങ്കിളും ആന്റി ഷോപ്പിങ്ങിന് പോയിരിക്കാ. അത് ശരി, വാ. കറണ്ട് ഇല്ലേ? കുട്ടികളെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ലേറ്റ് ആയപ്പോ തിരിച്ചുപോയി കാണും. ആകെ ഇൻവൈറ്റ് ചെയ്ത അവരെയാ. ശിവനെ ആണെങ്കിൽ സർപ്രൈസ് ആവട്ടെ എന്ന് അറിയിച്ചില്ല. ഡോറ് തുറന്നു കിടക്കുക. ഗ്രാൻഡ്, റിയലി ഗ്രാൻഡ്. ഭയങ്കര സർപ്രൈസ് ആയിട്ടോ. ഇത്ര ഗംഭീരായിട്ട് ഞാൻ ഇതുവരെ എന്റെ ഒറ്റ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിറന്നാളിന്റെ കാര്യം എന്നെ മാത്രം അറിയിച്ചില്ല. അതിന്റെ ഒരു സ്വീറ്റ് റിവെഞ്ചും കൂടിയാണത്. ഈശ്വര, ഒരുപാട് ജോലി എടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? അതിനെ ഈ പിള്ളേർക്ക് നല്ല ഫീസ്റ്റ് കൊടുക്കണം. ഞങ്ങൾക്ക് 2 ആൾക്കും മദ്യം സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം കിട്ടണം. എന്താ ശിവൻ? ഇന്നത്തെ ദിവസമല്ലേ, എല്ലാം എന്റെ ഇഷ്ടം പോലെ. Before that somebody should sing a song. നീ ആള് കൊള്ളാവല്ലോടാ. ആരാ പാടാൻ പോന്നേ? നീ എന്നെ? മേജർ അങ്കിൾ പാടണം. ആഹാ, മേജർ അങ്കിൾ പാടണം. മേജർ അങ്കിൾ പാടണം. മേജർ അങ്കിൾ പാടണം. ലിസൺ, ലിസൺ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആളെ വിഷമത്തിലാക്കരുത്. പാട്ട് ശിവന്റെ ആവാം. എന്നാ നമുക്ക് നറുക്കെടുക്കാം. കറക്റ്റ്.
ഭഗവാനെ എന്റെ പേരും എഴുതിയിട്ടുണ്ടാവോ? ആ ദേ, രാധമ്മയ്ക്ക് നറുക്ക് കിട്ടിയാൽ ആരും പാടാൻ നിർബന്ധിക്കരുത്. നമുക്ക് ഒന്നുകൂടെ എടുക്കുകയായിരിക്കും നല്ലത്. കളിയാക്കണ്ട എന്നെ. ഒരിക്കൽ ഞാൻ അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ പാടിയത് ഓർമ്മയുണ്ടോ? ആ അതെ, അത് പിന്നെ കുളത്തിൽ ആരും കുളിച്ചിട്ടില്ല. ആരെങ്കിലും ഒന്ന് നറുക്കെടുത്തേ. നീ എടുക്കടാ. ഇതാ ഇങ്ങ വന്നേ. അനിത. ഓക്കെ ഓക്കെ. சி சார், நீங்களும் இருக்கீங்களா? மேஜர் சாருக்கு என்ன தெரியாது? ഇല്ല. இது ரெங்கன். ரெங்கண்ணன். ஊர்ல எல்லாரும் என்ன அப்படிதான் கூப்பிடுவாங்க. நான் யாரையாவது வீடு தேடி பார்க்க வந்தா ஒண்ணு அவங்க தப்பு பண்ணிருக்கணும், இல்ல நான் வம்பு பண்ண வரணும். ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം? எனக்கு பிடிக்காத ஒத்தனை நீங்க இங்க தங்க வச்சிருக்கீங்க. இனிமே அவ இங்க இருக்க கூடாது. அதுதான் உங்களுக்கு நல்லது. இத நான் ஏன் சொல்றேன்னு சிஐ சாருக்கு புரியும். ആരെ താമസിപ്പിക്കണം, ആരെ ഇറക്കി വിടണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ താൻ ഇറങ്ങി പോണം. மேஜர் சார் அறிவில்லாம பேசுறார். சிஐ சார் கொஞ்சம் சொல்லி கொடுங்க. ரெங்கன், நீங்க இப்ப போங்க, நம்ம அப்புறம் பேசிக்கலாம். இந்த விஷயமா மறுபடியும் என்னை இங்க வர வைக்காதீங்க. வரட்டுமா? என்னடா அழாத. கொடுங்கய்யா. இப்படி செய்யறதால கடவுளுடைய கோபத்துக்கு நாங்க ஆளாவோன்னு தெரியும். ஆனா ரெங்கண்ணனுடைய கோபத்திலிருந்து தப்பிக்கணும் இல்லையா? வேற வழி தெரியல. பரவாயில்ல. നിൽക്കൂ ഏട്ടാ. ഞങ്ങളുടെ ഒരു വീട് കൂടുള്ളത് മറന്നിട്ടാണോ ഏട്ടൻ തിരിച്ചു നടക്കുന്നത്? വരൂ. വേണ്ട, ഇനി അതിന്റെ പേരില് നിങ്ങൾ തന്നൊരു ജീവിതമാണ് എനിക്കും കണ്ണനും ഉള്ളത്. നിങ്ങളെ കാണുമ്പോ കതവ് വലിച്ചടച്ച ദൈവം പൊറുക്കില്ല. ഏട്ടൻ വരൂ. ചായപ്പനോടെ ഉണ്ടേ. രംഗണ്ണൻ ഇന്നലെ ഇവിടെ വന്നൊന്ന് വിറപ്പിച്ചിട്ട് പോയി. നിങ്ങളെ വീട്ടിൽ കയറ്റുന്നവരുടെ പള്ളിക്ക് കയറ്റുമെന്നാ പറഞ്ഞ്. നിനക്ക് പേടിയുണ്ടോ? ഉണ്ടിട്ടേ വിടുള്ളൂ കേട്ടോ. ഞാൻ അരിയിട്ടു. ഉഷയുടെ എന്തെങ്കിലും കള്ളം പറഞ്ഞു. ഞാൻ ഇറങ്ങാം. எப்போ வந்தீங்க? அதுக்குள்ள கிளம்பிட்டீங்க? இறங்கிருந்து பின்ன இறங்கண்ணா. அப்புறம் வரீங்களா? இன்னைக்கு கூட உங்களை பார்க்கலன்னா நானும் உஷாவும் மேஜர் சார் வீட்டுக்கு வரலான்னு இருந்தோம். ஒரு நிமிஷம், சாப்பாடுக்கு என்ன பண்ணியிருக்கான்னு தெரியல. அண்ணே, அண்ணனுக்கு ஆறுமுகம் வீட்டில் இருக்கும்ல? இருக்கும். ராஜப்பா, உங்ககிட்ட சொன்ன இல்ல இவனை வீட்டுக்குள்ள விடக்கூடாதுன்னு. നീയൊക്കെ രണ്ട് കിട്ടിയാലേ പഠിക്കൂ അല്ലേ? അത് പുള്ളി വന്നപ്പം ഇവനെ താമസിയാതെ ഞങ്ങൾ പൊക്കും. നിനക്കൊക്കെ ഇനി ഇവിടെ ജീവിക്കണമെന്ന് ഓർത്തോ? என்னடா உங்களால பண்ண முடியும்? என்னடா நீ செய்ய? വേണ്ട വേണ്ട കണ്ണാ, കണ്ണാ വേണ്ട. விடுங்கண்ணே. அண்ணே, என்ன விடுங்க. വേണ്ട കണ്ണ വേണ്ട, വഴകിന് அவங்க சொன்னது நீங்க கேட்கலையா? അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, പറഞ്ഞെന്ന് കരുതി. നോക്ക്,
എന്തെങ്കിലും കാണിച്ചു വെച്ച് അവളുടെ കണ്ണ് കലങ്ങാൻ ഇടയാക്കരുത്. നിന്റെ ദേഹത്തൊരു പോറലേറ്റ അവളെ സഹിക്കില്ല. എന്നെ കൊല്ലാനോ തിന്നാനോ ആര് വേണേ വന്നോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ? ഊണ് ഇന്ന് വേണ്ട മോളെ, ഞാൻ വരാം. ഇന്നെന്തോ